നമ്മളുടെ വിഷയം അതല്ലായിരുന്നു. ഗുരു അവിടെ ഗണപതിയെയും പ്രതിഷ്ഠിച്ചിട്ടുണ്ട്, അതോടൊപ്പം തന്നെ ശിവനെയും പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. കൂടാതെ ധാരാളം പ്രതിഷ്ഠകൾ വേറെയും ദേവതകളുടെ പ്രതിഷ്ഠ ഗുരു നടത്തിയിട്ടുണ്ട്. ദൈവം ഒന്നേ ഉള്ളൂ എന്ന് പഠിപ്പിച്ച ഗുരു എന്തിനായിരിക്കും ഇത്രയധികം പ്രതിഷ്ഠകൾ നടത്തിയത്? അല്ലയോ മഹാഗുരു, അതിനൊരു ഉത്തരം തന്നാലും എന്ന് പറഞ്ഞാൽ ഗുരു അതിന് ഉത്തരം നൽകുന്നത് ഇങ്ങനെയാണ്: സർവാശ്രയമെങ്ങും നിറയുന്നോൻ അഭിഭക്തർക്കിവാറൊരു രൂപം ഭജനത്തിനു ധരിപ്പോൻ, ആലസ്യമൊഴിച്ച പരബോധം തരണം മേ, കോലത്തുകര കോവിലിൽ വാഴും പരമേശൻ. ഈശ്വരൻ സർവാശ്രയം, എല്ലാവർക്കും ആശ്രയഭൂതനാണ്, എങ്ങും നിറയുന്നോൻ. പ്രത്യേകിച്ച് രൂപം എന്തെങ്കിലും ഉണ്ടോ ദൈവത്തിന്? ഏകനായ ദൈവത്തിന് പ്രത്യേകിച്ച് രൂപമില്ല. എല്ലാവർക്കും ആശ്രയമാണ്, എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്നവനാണ് അല്ലേ. കല്ലിനകത്ത് കുടിവാഴും ഒരല്പജന്തു മുതൽ അല്ലിക്കുടത്തിൽ അമരുന്ന അമരേന്ദ്രന്റെ ഉള്ളിൽ വരെ നിറഞ്ഞിരിക്കുന്നു. കനിഞ്ഞു മണ്ണും അപ്പും അപ്പുറം കലർന്ന കാറ്റോടങ്ങണഞ്ഞു, വിണ്ണിൽ അങ്ങും ഇന്നും ഒന്നിരുന്നു മിന്നിടും മണം കലർന്ന മേനി. സദാശിവ ദർശനത്തിൽ വിശേഷിപ്പിച്ചിരിക്കുന്നതാണ്. പഞ്ചഭൂതങ്ങളുടെ ഉള്ളിലും അവ കൊണ്ട് നിർമ്മിതമായിരിക്കുന്ന സകല സൃഷ്ടിജാലങ്ങളുടെ ഉള്ളിലും നിറഞ്ഞിരിക്കുന്നത് ഈശ്വരൻ തന്നെയാണ്. എന്നാൽ ഒരു സാധാരണക്കാരന് ഈ നാമരൂപരസഗന്ധരഹിതനായ ഈശ്വരനെ ഭജിക്കേണ്ട ആവശ്യമില്ലേ? അപ്പൊ ഭജിക്കണമെന്നുണ്ടെങ്കിൽ ഒരു രൂപമുണ്ടെങ്കിൽ മാത്രമേ അതിന് സാധിക്കൂ, അല്ലെങ്കിൽ അതിനെന്തെങ്കിലും ഒരു മാർഗം ഉണ്ടെങ്കിലേ പറ്റൂ. ഇപ്പം സൗമ്യ അനിരുദ്ധൻ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഉള്ളിലേക്കൊരു രൂപം വരണം. ആ രൂപം വന്നതെങ്ങനെയാ? ഞാനിവിടെ വരുന്നതിന് മുമ്പ് എൻ്റെ ഫോട്ടോ കണ്ടിട്ടല്ലേ? അങ്ങനെ ഏതൊരു വസ്തുവിനെയും കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കുന്നത് നിങ്ങൾ അതിനെ കണ്ടിട്ടുള്ളത് കൊണ്ടാണ് അല്ലേ. അപ്പം അങ്ങനെ കാണാൻ ഒന്നുണ്ടെങ്കിൽ മാത്രമേ സാധാരണ ഒരു ഭക്തന് ഈശ്വരാരാധന സാധ്യമാകൂ അല്ലേ. അപ്പം അങ്ങനെ ഈശ്വരനെ ഒരു രൂപം ധരിപ്പിച്ച്, രൂപങ്ങളില്ലാത്ത ഗുണങ്ങളില്ലാത്ത ഈശ്വരന് ഒരു രൂപം കൊടുത്ത് ആരാധിക്കുന്ന ഒരു ആരാധനാ സമ്പ്രദായം ഭാരതത്തിലെ ഋഷിവര്യന്മാർ നമുക്ക് കൊണ്ടുവന്ന് തന്നു. കണ്ണില്ലാതെ കാണുന്നവൻ, ചെവിയില്ലാതെ കേൾക്കുന്നവൻ, മൂക്കില്ലാതെ മണക്കുന്നവൻ, നാക്കില്ലാതെ രുചിക്കുന്നവൻ, ത്വക്കില്ലാതെ സ്പർശിക്കുന്നവനുമാകുന്ന ചിത്പുരുഷൻ, ആത്മവിലാസത്തിലെ പരബ്രഹ്മത്തിൻ്റെ നിർവചനം, അതിൻ്റെ വിശദീകരണം ഇവയൊക്കെ വ്യക്തമാക്കിക്കൊണ്ട് ഗുരു രചിച്ചു തന്ന ഗദ്യകൃതിയാണ് ആത്മവിലാസം. ഈ ആത്മവിലാസത്തിൽ ഇങ്ങനെയാണ് ഗുരു ദൈവത്തെ നമുക്ക് പ്രകീർത്തിച്ച് തന്നിട്ടുള്ളത്, അഥവാ നിർവചിച്ച് തന്നിട്ടുള്ളത്. അപ്പം ആ ദൈവത്തെ ഭജിക്കാൻ, സാധാരണക്കാരന് ഭജിക്കാൻ വേണ്ടിയിട്ട് പല പല രൂപങ്ങളിലും ഭാവങ്ങളിലും ഈശ്വരൻ നമ്മുടെ മുന്നിൽ പ്രത്യക്ഷനാകുന്നു. അതാണ് ഈ പറഞ്ഞിരിക്കുന്നതിനർത്ഥം. സർവാശ്രയം എങ്ങും നിറയുന്നോൻ അപ്പി ഭക്തർക്ക് ഇവാറൊരു രൂപം ഭജനത്തിന് ധരിപ്പോൾ. ദൈവം ഓരോ രൂപങ്ങൾ ധരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാ? ഭക്തന്മാർക്ക്, സാധാരണക്കാരായ ഭക്തന്മാർക്ക് ഭജനം നടത്തുന്നതിന് വേണ്ടി, ആരാധന നടത്തുവാൻ വേണ്ടിയിട്ട് ഒരു രൂപം ആവശ്യമായതുകൊണ്ട് ആ രൂപത്തിൽ ഭക്തന് ഏത് ഭാവത്തിലാണോ, ഏത് രൂപത്തിലാണോ ഈശ്വരനെ ആരാധിക്കാൻ ഇഷ്ടം, ആ രൂപത്തിൽ ഭഗവാനെ അവരുടെ ഹൃദയത്തിൽ സ്മരിക്കുമ്പോൾ ആ രൂപത്തിൽ പ്രത്യക്ഷനായി നിന്നുകൊണ്ട് ആ ദേവതയുടെ സാന്നിധ്യം ആ ഭക്തനുണ്ടാവുന്നു. ആ ദേവതയുടെ സാമീപ്യം കൊണ്ട്, ആ ദേവതാ ഉപാസന കൊണ്ട്, ആ ദേവതയെ വശത്താക്കി വെച്ചുകൊണ്ട് ഒരു ഭക്തന് തൻ്റെ കാര്യങ്ങളൊക്കെ നിറവേറ്റാനും സാധിക്കുന്നു. ഇതാണ് സഗുണ ആരാധനാ മാർഗത്തിലുള്ള ഈശ്വര ആരാധനാ രീതി. അപ്പം ശ്രീനാരായണ ഗുരുസ്വാമി തൃപ്പാദങ്ങൾ എന്ന ഭാരതീയ ഋഷീശ്വരൻ നമുക്ക് കാട്ടിത്തരുന്ന ഒരു ആരാധനാ മാർഗവും ഇത് തന്നെയാണ്, സഗുണ ആരാധനാ മാർഗം. അങ്ങനെ നമുക്ക് കോലതീരേശൻ എന്ന ഭാവത്തിലാണ് ഇപ്പോൾ ഭഗവാൻ പ്രത്യക്ഷനായിരിക്കുന്നത്. അങ്ങനെയുള്ള അല്ലയോ ഭഗവാനെ, എൻ്റെ ആലസ്യമെല്ലാം ഒഴിച്ച് ആ പരബോധം തരണമേ. നമ്മുടെ ലക്ഷ്യം എന്താന്നാ പറഞ്ഞത്? ഞാനും ഈശ്വരനും ഒന്നാണെന്ന് ബോധം നമുക്കുണ്ടാവണം. എങ്കിലല്ലേ ശരീരത്തെക്കുറിച്ചുള്ള ബോധം പോയിട്ട് നമുക്ക് ആ ആനന്ദത്തെ അനുഭവിക്കാൻ സാധിക്കും. അതേക്കുറിച്ചല്ലേ നമ്മൾ പറഞ്ഞത്. അപ്പം ആ ശരീരബോധം പോയി ഈശ്വരനെ അറിയുമ്പോഴുള്ള ആനന്ദം കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഈശ്വരാരാധന നമ്മൾ നിരന്തരം തുടർന്നുകൊണ്ടിരിക്കണം.
അതിനൊരു ആലസ്യം നമുക്കുണ്ടാവരുത്. നമുക്ക് തമോ ഗുണം ഉണ്ടായിപ്പോയാൽ, അതിലൊരു മടി ഉണ്ടായിപ്പോയാൽ ഒരിക്കലും നമുക്ക് ആ ആനന്ദത്തെ അനുഭവിക്കാൻ നമുക്ക് സാധിക്കില്ല. അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ള മടിയൊന്നും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകാതെ, നിന്നെ ഭജിക്കാൻ ഒരലംഭാവവും കാണിക്കാതെ എപ്പോഴും നിന്നെ ഭജിച്ചുകൊണ്ട് ആ പരബോധത്തിലേക്ക് അഥവാ ആ ബ്രഹ്മസാക്ഷാത്കാരത്തിലേക്ക് അല്ലയോ ഭഗവാനെ എന്നെ എത്തിച്ചാലും എന്നാണ് ഇവിടെ പ്രാർത്ഥിക്കുന്നത്. സർവാശ്രയമെങ്ങും നിറയുന്നോൻ അഭിഭക്തർക്ക് ഇവാറൊരു രൂപം ഭജനത്തിന് ധരിപ്പോൻ, ആലസ്യമൊഴിച്ച് ആ പരബോധം തരണം മേ, കോലത്തുകര കോവിലിൽ വാഴും പരമേശൻ എന്ന് പ്രാർത്ഥിച്ചിരിക്കുന്നു. ഇനി ജീവിതത്തിൽ സമാധാനം ഉണ്ടാകാനുള്ള വഴികളല്ലേ നമ്മൾ തേടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ സമാധാനത്തിലേക്ക് നമ്മൾ എത്തണം എന്നുണ്ടെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ആവശ്യമായിട്ടുണ്ട്? ഈ സമാധാനം കിട്ടാൻ ഈശ്വരനോട് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ പ്രാർത്ഥിക്കണം? ആ പ്രാർത്ഥനയുടെ ക്രമമാണ് ഇനി പറയുന്നത്. എന്തൊക്കെ കാര്യങ്ങൾ വേണമെന്ന് ഈശ്വരനോട് ആവശ്യപ്പെട്ടാൽ ഈശ്വരൻ തരും. അതൊക്കെ കിട്ടിയാലാവും നമ്മുടെ ജീവിതത്തിൽ സമാധാനം ഉണ്ടാവുക. അതിൻ്റെ ലിസ്റ്റാണ് ഇനി ഗുരു നിരത്തുന്നത്. അപ്പം അതിലാദ്യം പറയുന്നത് എന്താണ്? ഈ ലോചനമാതീന്ദ്രിയം ഏതെങ്കിലുമൊന്നിങ് ആലോചന കൂടാതബദ്ധത്തിങ്കലണഞ്ഞാൽ ആലാക്കിലുടൻ സന്മതി തോന്നിക്കുകിനിക്കൻ, കോലത്തുകര കോവിലിൽ വാഴും പരമേശൻ. ഈ ലോചനം ആദീന്ദ്രിയം ഏതെങ്കിലും ഒന്ന് ഇങ്ങ് ആലോചന കൂടാതെ അബദ്ധത്തിങ്കലണഞ്ഞാൽ ആലാക്കിലുടൻ സന്മതി തോന്നിക്കുകെനിക്കൻ, കോലത്തുകര കോവിലിൽ വാഴും പരമേശൻ.